രാജു സാറ് കയറിയോ? രാജു സാറേ, യെസ്, കയറിയിട്ടുണ്ട് സാറേ. രാജു സാർ കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിപാടി ആരംഭിക്കാം സാറേ. തുടങ്ങി. പ്രാർത്ഥന നടത്തിക്കൂ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമസ്തേ. നമസ്തേ സാർ. നമസ്തേ. നമസ്തേ സാർ. നമസ്തേ. എല്ലാവരും നമസ്തേ സാർ. നമസ്തേ. ഇനി എല്ലാവരും ഗ്രൂപ്പിൽ കയറുന്നവര് ഇനി മ്യൂട്ട് ചെയ്യുക. നമസ്തേ പറയേണ്ടതില്ല. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഗുരുധ്യാനം കഴിഞ്ഞിരിക്കുകയാണ്. വേറെ ബഹുമാനായ യൂണിയൻ സെക്രട്ടറി രാജു, നമ്മുടെ പഠനകേന്ദ്രത്തിന്റെ ഡയറക്ടറും ഇതിന്റെ എല്ലാം സൂത്രധാരൻ ആയിട്ടുമുള്ള നമ്മുടെ ഏറെ ബഹുമാനായ സ്നേഹനിധിയായിട്ടുള്ള പ്രസാദ് സാറ്, പ്രിയപ്പെട്ട പഠിതാക്കളെ, പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും വിനീത നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പരിപാടി ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള വിചാരത്തിൽ ഞാൻ സംസാരം തുടരുകയാണ്. SNDP യോഗം കോട്ടയം യൂണിയനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറെ അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിഡ് എന്ന മഹാമാരി ഈ ലോകമാസകലം പടർന്നു പിടിച്ചപ്പോൾ ഓൺലൈൻ പഠനം, ലോകത്തിലെ തന്നെ ആദ്യമായി ഓൺലൈൻ പഠനം ആരംഭിച്ച ഒരു സംവിധാന കൂട്ടായ്മയുള്ള ഒരു കുടുംബമാണ് SNDP യോഗം കോട്ടയം യൂണിയനിലെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്ര കുടുംബം. അന്ന് നമ്മുടെ പഠിതാക്കൾക്കിടയിൽ നമ്മുടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമുക്കറിവില്ലാതെ ആയിട്ട് കൂടി ലഭിച്ച അറിവുകൾ വെച്ചും ശേഖരിച്ച അറിവുകൾ വെച്ചും നമുക്കിത് ഇങ്ങനെ വരുമ്പം ആദ്യത്തെ പ്രാവശ്യം പഠനം ആരംഭിക്കുക. സുഗന്ധം എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അത് മൈക്ക് ഓഫ് ആക്കൂ. അപ്പോ അന്ന് നമ്മൾ നമ്മുടെ പഠിതാക്കൾക്കിടയിൽ നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈൻ പഠനം ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പരിശീലനത്തിലൂടെ ലഭിച്ച അറിവുകൾ സാമാന്യ ജനവിഭാഗത്തിന്
പങ്കുവെക്കാവുന്ന രീതിയിൽ സുഗന്ധം പ്ലീസ് മൈക്ക് ഓഫ് ആക്കോ, ഒന്നും കേൾക്കത്തില്ല. വ്യാഴാഴ്ച തോറുമുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള സമയം നമ്മൾ ഓൺലൈൻ പഠനത്തിനായി ക്ലാസുകൾ ക്രമീകരിച്ചുകൊണ്ട് ഗുരുവാര പാഠശാല എന്ന പേരിൽ ലോകത്തെവിടെ നിന്നും ആർക്കും സൗജന്യമായി, പൂർണ്ണമായും സൗജന്യമായി ഈ ക്ലാസ്സിലെ ലിങ്കിൽ പ്രവേശിച്ചുകൊണ്ട് ഗുരുദേവ ദർശനത്തെക്കുറിച്ചും ഗുരുദേവ ചരിത്രവും SNDP യോഗം സംബന്ധമായിട്ടുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ എടുക്കുമ്പോൾ അതിൽ പങ്കാളികളാകാം എന്നുള്ളതാണ്. ഇതിലേറെ സവിശേഷമായ കാര്യം, ഈ ക്ലാസുകൾ എടുക്കുന്നത് നമ്മുടെ പഠന കേന്ദ്രത്തിലെ പരിശീലനത്തിലൂടെയും അനുഭവത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും പാഠ്യ വിഷയങ്ങൾ, ഗുരുദേവ കൃതികൾ ഉൾപ്പെടെയുള്ള പാഠ്യ വിഷയങ്ങൾ, പാഠ്യ പദ്ധതികൾ സ്വായത്തമാക്കിയ ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ, സാധാരണക്കാരായിട്ടുള്ള സാമാന്യ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ. SNDP യോഗം കോട്ടയം യൂണിയനെ സംബന്ധിച്ചിടത്തോളം 2 ദശാബ്ദക്കാലമായി നടക്കുന്ന ഈ പ്രക്രിയയുടെ ഭാഗമായി അതിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നും പഠിച്ചു സ്വായത്തമാക്കിയ വിദ്യകൾ, നേടിയ അറിവുകൾ വെച്ചാണ്, അവരിൽ മികവ് തെളിയിച്ചവരാണ് നമുക്കിവിടെ ക്ലാസ് എടുക്കുന്നത്. അത് വലിയൊരു സവിശേഷമായ കാര്യമാണ്. ഈ ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ക്ലാസ് എടുക്കുന്ന ശ്രീമതി സന്ധ്യ വിജയകുമാർ ആണെങ്കിൽ പോലും 10-12 വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ ഒരു വീട്ടമ്മയായിട്ടുള്ള ആളായിരുന്നു. ഇന്ന് ഗുരുദേവ ദർശനം അതിൻ്റെ ഏറ്റവും ഗൗരവമായ രീതിയിൽ പഠനം നടത്തി അതിൽ പ്രാമുഖ്യം നേടുകയും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ മേഖലകളിൽ, സ്ഥലങ്ങളിൽ പോയി ഗുരുദേവ ദർശനം സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തിയും ഒക്കെ അനുഭവ പരിചയവുമായിട്ടുള്ള ആളാണ്. ഇതുപോലെയാണ് മറ്റു പലരും ഇനി ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നത്. അതൊരു വലിയൊരു സന്തോഷവും വലിയൊരു അഭിമാനവുമുള്ള നിമിഷമാണ് SNDP യോഗം കോട്ടയം യൂണിയനെ സംബന്ധിച്ചിടത്തോളം. ഇത്തരം പഠന പരിശീലനത്തിനായിട്ട് അല്ലെങ്കിൽ പഠന പരിചയത്തിനായിട്ട് ആളുകൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ക്ലാസ്സുകളിൽ പങ്കാളികളായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തന പരിചയം നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കും. ഇന്നിപ്പോ ഇത്തരത്തിലുള്ള പ്രക്രിയകൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് നമ്മുടെ ഏറെ ബഹുമാന്യനായ യൂണിയൻ സെക്രട്ടറി R. രാജീവ് സാർ അവറുകളാണ്. എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം, നമ്മുടെ ഇന്നത്തെ സമയം വളരെ ചുരുങ്ങിയ സമയമാണ്, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഏറെ വിശിഷ്യനായിട്ടുള്ള യൂണിയൻ സെക്രട്ടറി, നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള രാജീവ് സാറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ഇതിന്റെ എല്ലാം സൂത്രധാരണം നടത്തിക്കൊണ്ട് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ ഏറെ ബഹുമാനായ പ്രസാദ് കുമാർ സാറിനെ ഈ ഗൂഗിൾ മീറ്റിലേക്ക്, ഇന്നത്തെ ഈ പഠന പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ടീച്ചറായിട്ട് ഇന്ന് വരുന്ന ശ്രീമതി സന്ധ്യ വിജയകുമാറിനെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ദൈർഘ്യമേറിയ സമയമില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും അത് കഴിഞ്ഞ ഉദ്ഘാടനത്തിലേക്കും രാജീവ് സാറിനെ ക്ഷണിക്കുന്നതിനുമായി നമ്മുടെ ഏറെ ബഹുമാനായ പ്രസാദ് കുമാർ സാറിനെ സവിനയം ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്തേ. നമസ്തേ. ഓം അവതാര പരിഷ്ടന്തം സർവാനുഗ്രഹദായിനം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ സർവമംഗളസിദ്ധയേ. ഏവർക്കും വിനീതമായ നമസ്തേ. ഈ പഠന പ്രക്രിയയുടെ ഉദ്ഘാടനം നടത്തുവാനായിട്ട് എത്തിയിരിക്കുന്ന യൂണിയന്റെ ആദരണീയനായ സെക്രട്ടറി രാജീവ് സാറ്, ഈ പഠന കേന്ദ്രത്തിന്റെ അഭിമാനങ്ങളായിട്ടുള്ള അഡ്മിൻസ് പ്രിയപ്പെട്ട രാജീവ്, രഞ്ജിത്ത്, മനീഷ്, സന്ധ്യ, ബിന്ദു, ഈ പഠന പ്രക്രിയ സാങ്കേതികമായ കാര്യങ്ങളോടുകൂടി സജ്ജീകരിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സുധീഷ്, പ്രദീപ് ലാല്, സ്മിത, ഈ പഠന പ്രക്രിയയിൽ ഇന്ന്
നമ്മളെല്ലാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിലുള്ള ഏറെ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ ഏവർക്കും നമസ്കാരം. കോട്ടയം യൂണിയനെ സംബന്ധിച്ചിടത്തോളം പഠന കേന്ദ്രം ഒരു അഭിമാന മേഖല തന്നെയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പുതിയ ആവിഷ്കാരങ്ങളുമായിട്ട് പഠന കേന്ദ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഗുരുവാര പാഠശാല എന്നൊരു പേര് തന്നെ പലർക്കും ഒരു സംശയമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് പല ഗുരുക്ഷേത്രങ്ങളിലും നെയ്വിളക്ക് പ്രാർത്ഥനയും മറ്റും നടത്തി വരുന്നത്. അത് ഗുരുവാർ ആയതുകൊണ്ടാണ്, ഗുരുവിന്റെ ദിവസം ആയതുകൊണ്ടാണ്. രവിവാര പാഠശാല എന്ന് നമ്മൾ പറയും. രവിവാരം എന്ന് പറയുമ്പോൾ അത് സൂര്യന്റെ ദിവസമാണ്. ഗുരുവാർ എന്ന് പറയുമ്പോൾ അത് ഗുരുവിന്റെ ദിവസമായതുകൊണ്ടാണ് അന്ന് നടത്തുന്ന നെയ്വിളക്കിനും മറ്റുമൊക്കെ കൂടുതൽ പ്രത്യേകതയും അതിലൂടെ അനുഗ്രഹ സാഫല്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മളൊരു പുതുമയ്ക്കും അതിലൂടെ സമയവും കണ്ടെത്തിക്കൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞായറാഴ്ചകളിൽ എല്ലാവർക്കും തിരക്കായിരിക്കും. ഞായറാഴ്ചകളിലെ പ്രത്യേകമായ ചടങ്ങുകളോ യാത്രയോ അല്ലെങ്കിൽ ഒരു പിക്നിക്കോ ഒക്കെ പലർക്കും ഉണ്ടാവും. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ വ്യാഴാഴ്ചത്തേക്ക് ഈ ക്ലാസ് മാറ്റുകയാണ് ചെയ്തത്. ആദ്യം ആലോചിച്ചപ്പോൾ ഞായറാഴ്ച തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു ആലോചന വന്നെങ്കിലും പിന്നീട് അത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി നമ്മൾ എടുക്കുകയായിരുന്നു. അത് പലർക്കും ഉപകാരമായി എന്ന് പലരും അഭിപ്രായം പറഞ്ഞു. എന്തായാലും അങ്ങനെ ഗുരുവാര പാഠശാല എന്ന ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ഒരു പേരുമായിട്ടാണ് നമ്മൾ ഈ പഠന കേന്ദ്രം തുടങ്ങുന്നത്. നേരിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് ഏതാണ്ട് 22 വർഷങ്ങളായിട്ട് കോട്ടയം SNDP യൂണിയൻ പഠന കേന്ദ്രവുമായിട്ട് യാത്ര തുടരുകയാണ്. ഒട്ടേറെ കുടുംബങ്ങളിൽ ആശ്വാസവും സമാധാനവും സംഘടനാ പ്രവർത്തനങ്ങളിൽ യൂണിയൻ പ്രവർത്തകർക്കും മറ്റ് പ്രവർത്തകർക്കും മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ വാർത്തെടുക്കുന്നതിലുമൊക്കെ പഠന കേന്ദ്രം ഏറെ സഹായിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന യൂണിയന്റെ ഭാരവാഹികൾ വരെ സമ്മതിക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ ഉള്ള കൂടുതൽ മേഖലയിലേക്ക്, കൂടുതൽ ഏരിയയിലേക്ക് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിന്റെ ആ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കോട്ടയം SNDP യൂണിയൻ പഠന കേന്ദ്രത്തിന്റെ വ്യാപ്തി ഒന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒട്ടേറെ ആളുകൾ ഇതിൽ പങ്കെടുത്തിരിക്കുന്നു തുടക്കത്തിൽ എന്നുള്ളത് വളരെ സന്തോഷവും ആത്മവിശ്വാസവും അതുപോലെ ഗുരുവിനോടുള്ള ആദരവും വർദ്ധിക്കുന്ന ഒരു മുഹൂർത്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത്രയധികം ആളുകൾ, ഇപ്പൊ 90-ലധികം ആളുകൾ ഇതിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച, ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കാവുന്ന കാര്യമാണ്. ഗുരുപാദങ്ങളിൽ നമസ്കരിക്കുന്നു. നിങ്ങൾ ഏവരെയും നമസ്കരിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം ധർമ്മത്തിൽ ഉറച്ചു തന്നെ പ്രവർത്തിക്കുന്നു. ധർമ്മമാണ് നമ്മുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ആ ധർമ്മത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് അല്പ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ സംസാരിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളതും നമ്മുടെ ഒരു വലിയ കുറവാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ധർമ്മമാണ് നമ്മുടെ പ്രധാനം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഉറപ്പിച്ചു നിന്നുകൊണ്ടാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ഈ പഠന പ്രക്രിയ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തികച്ചും സൗജന്യമായിട്ട് ഒരു ഗുരുപാദങ്ങളിൽ നടത്തുന്ന പൂജയായിട്ട്, ഒരു ആരാധനയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഒരിക്കലും ഹിഡനായിട്ടുള്ള ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പണപ്പിരിവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കില്ല. അതെല്ലാം യൂണിയന്റെ എല്ലാ കാര്യങ്ങളും യൂണിയന്റെ അനുമതിയോടുകൂടി മാത്രമേ നമ്മൾ നടത്തുകയുള്ളൂ. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നാളെ മറ്റൊരു പിരിവ് വന്നേക്കാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നിങ്ങളോട് പൈസയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വ്യാജമാണെന്ന് കൂടി ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾ തിരിച്ചറിയണം. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിലൂടെ യൂണിയൻ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരിക്കും നമ്മൾ പറയുക. അതുകൊണ്ട് ആർക്കും ഒരു ധാരണ പിശക് ഉണ്ടാവരുത്. തികച്ചും സൗജന്യമായി, പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഗുരുപൂജയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഗുരു നമ്മളോടൊപ്പം ഇവിടെ ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു സീറ്റിൽ ഗുരുവും ഇരിക്കുന്നു എന്ന പരിപൂർണ വിശ്വാസത്തിലും വിചാരത്തിലുമാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. എല്ലാ വ്യാഴാഴ്ചയും 7 മുതൽ 8 വരെയുള്ള വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വിലപ്പെട്ട
സമയങ്ങളിൽ 1 മണിക്കൂർ ഗുരുപൂജയായി കണ്ടുകൊണ്ട് നീക്കിവെക്കണം. ഓരോ ക്ലാസ്സും ഓരോ സെഗ്മെന്റ് ആയിരിക്കും. തുടർ ക്ലാസ്സുകൾ വേണമെങ്കിൽ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് പിന്നീട് നമുക്കതിനെ ഭേദഗതിപ്പെടുത്താം എന്നുകൂടി നമ്മളുടെ മുന്നിൽ ആലോചനയുണ്ട്. നേരിട്ടുള്ള ക്ലാസ്സുകളിലൂടെ ലഭിക്കുന്ന അത്രയും വ്യക്തതയും പൂർണ്ണതയും ഓൺലൈൻ ക്ലാസ്സിലൂടെ ലഭിക്കില്ല എന്നുള്ള ഒരു കാര്യവും നിങ്ങൾക്കറിയാം. എല്ലാവരും ഈ ഓൺലൈൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള സഹകരണം ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണാമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. ഈ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസിന്റെ ഉദ്ഘാടനം, ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം തികഞ്ഞ ഗുരുഭക്തനും കോട്ടയം SNDP യൂണിയന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ കാര്യത്തിലും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാജീവ് സാറാണ് ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഗുരു നിയോഗമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും പഠന കേന്ദ്രത്തോടൊപ്പം പഠന കേന്ദ്രത്തിന്റെ ഏത് കാര്യങ്ങൾക്കും അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞ് സമയമുണ്ടാക്കി ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ആ ഒരു വലിയ മനസ്സിന്റെ അല്ലെങ്കിൽ അവരുടെ എല്ലാം സമയം ഉണ്ടാവുന്നു എന്നുള്ളത് ഗുരുവിന്റെ ഒരു അത്ഭുതമായിട്ടും കൂടി നമ്മൾ വിചാരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഏറെ തിരക്കുകൾ ഉണ്ടായിട്ടും എല്ലാ പരിപാടികളെയും ക്രമീകരിച്ച് ഈ പഠന കേന്ദ്രത്തിന്റെ ഗുരുവാര പാഠശാലയുടെ ഉദ്ഘാടനം 7:30 മുതൽ 8:30 വരെ വ്യാഴാഴ്ച തോറും നടക്കുന്ന ഈ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ഏറെ ആദരണീയനായ രാജീവ് സാറിനെ ഉദ്ഘാടനം ചെയ്തതിനായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ. നമസ്തേ. പ്രിയമുള്ള ശ്രീ AB പ്രസാദ് കുമാർ, ശ്രീ രാജീവ് കുരപ്പട, മറ്റ് പഠിതാക്കള്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തൊന്ന് റെസ്പോണ്ട് ചെയ്താൽ കൊള്ളാം. കാരണം വെച്ചാൽ എൻ്റെ ഓക്കെ, ശരി ആയിക്കോട്ടെ. അപ്പൊ ഇത്തരത്തിലൊരു പഠന ക്ലാസ് ഓൺലൈനിൽ തുടങ്ങുവാൻ തീരുമാനമെടുത്ത പഠന കേന്ദ്രത്തിന്റെ ചുമതലക്കാർക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. യാദൃശ്യമായിട്ടായിരിക്കാം ഞാനിത് പങ്കെടുക്കുവാൻ ഇരിക്കുന്ന സ്ഥലം, ആരുടെയൊക്കെ ചിത്രങ്ങളാണ് ഇതിന്റെ പുറകിൽ കാണുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ഗുരുവിന്റെ ചിത്രമുണ്ട്, ഡോക്ടർ പൽപ്പുവിന്റെ ചിത്രമുണ്ട്, കുമാരനാശാന്റെ ചിത്രമുണ്ട്, വല്ലഭശ്ശേരി ഗോവിന്ദൻ ചിത്രമുണ്ട്. അപ്പൊ എവിടെ ഇരിക്കുന്നതെന്നും മനസ്സിലായിട്ടുണ്ടാവും. നാഗമ്പടം ക്ഷേത്ര സന്നിധിയിലെ ദേവസ്വം ഓഫീസിൽ ആണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കൗൺസിൽ യോഗം കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇനി നിങ്ങളുടെ ക്ലാസ് കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ഏതായാലും ഇത്തരത്തില് ഒരു പരിപാടി തീരുമാനിച്ചു. സാർ ക്ഷമിക്കണം, ഫോട്ടോ ക്യാമറ ഓൺ അല്ലാന്ന് തോന്നുന്നു. ക്യാമറ ഓൺ ആണല്ലോ. എന്നെ കാണാൻ പറ്റേ? ക്യാമറ ഓൺ ആണോ? കാണാൻ പറ്റുന്നുണ്ട് സാർ. മൈക്കൊക്കെ ഓഫ് ചെയ്തു, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതിന് ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ തന്നെ 100 പേര് ഇതില് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഗുരുവിന്റെ നിറ സാന്നിധ്യമുള്ള മണ്ണായ നാഗമ്പടം ക്ഷേത്ര സന്നിധിയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗുരുദേവനും നമ്മോടൊപ്പം ഗുരുവിനെ പഠിക്കുന്ന ഈ വേദിയിൽ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ആ ഒരു സംശയവുമില്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം ത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിത്ത സാധാരണ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയും പോലെ തന്നെ പഠിത്തം മതിയാക്കിയിടാൻ പ്രാണൻമേനി വിടുന്ന നാൾ എന്ന് പറയുന്ന പോലെ തന്നെ ഗുരുവിനെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടർന്ന് കൊണ്ടേയിരിക്കേണ്ട ഒരു പ്രക്രിയ തന്നെയാണ്. കാരണം അങ്ങനെ പഠിച്ചാൽ പോലും തീരുന്ന ഒരു കാര്യമല്ല മഹാഗുരു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന പരമാവധി സമയം അത് ഒരിക്കൽ പോലും അങ്ങനെ പഠിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ കുടുംബം നിലനിർത്തി പോകാനുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തോട് നിർവഹിക്കാനുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടായിരിക്കരുത് ഗുരുവിനെ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കുടുംബത്തോടുണ്ട്. നമ്മുടെ പുരുഷന്മാരാണെങ്കിൽ ഭാര്യയോട് ഉത്തരവാദിത്തമുണ്ട്, മക്കളോട് ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ തന്നെ തൻ്റെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമുണ്ട്, ബന്ധുമിത്രാദികളുടെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റും. അതുപോലെ തന്നെ സമൂഹത്തോട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി കൊണ്ട് തന്നെ
സ്ത്രീകളാണെങ്കിൽ തിരിച്ചും അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെ ബന്ധപ്പെട്ട ആളുകളോടെല്ലാം ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി ശേഷം കൃത്യമായി ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. എല്ലാം ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി അത്തരത്തിൽ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതിൽ ആ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിരന്തരമായ ഒരു പ്രക്രിയയിലൂടെ ഗുരുവിനെ പഠിച്ചുകൊണ്ട് ഗുരുവിന്റെ സൗധത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതം ധന്യമാകുകയാണ്. അങ്ങനെ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തിയും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് നാം കാണിക്കേണ്ട ഉത്തരവാദിത്വവും സമൂഹത്തോട് നാം കാണിക്കേണ്ട ഉത്തരവാദിത്വവും ഒക്കെ അറിയാതെ തന്നെ ഗുരു നമ്മളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ സേവനങ്ങളെ, ഈ കൂട്ടായ്മയുടെ സേവനങ്ങളെ ഒരിക്കലും എനിക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. യൂണിയനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സേവനം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഈയിടെ നടന്ന നമ്മുടെ നാഗമ്പടം ക്ഷേത്ര ഉത്സവത്തില് അതിന് നന്ദി പറയാൻ വാക്കുകൾക്ക് അതീതമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. പണിയെടുത്ത ധാരാളം ആളുകൾ, അത് സാധാരണ രീതിയിൽ പറഞ്ഞാൽ അതിനകത്ത് താൻ വഹിക്കുന്ന സ്ഥാനങ്ങളോ തൻ്റെ ഉദ്യോഗമോ തൻ്റെ സമ്പത്തോ ഒന്നും അതിനുവേണ്ടി ഒരു ഗർവായി കാണാതെ സാധാരണ ഏറ്റവും സാധാരണയിലുള്ള ആളായി കണ്ടുകൊണ്ട് ഇവിടെ വന്ന് ഏത് പണി ചെയ്യുവാനും തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് പഠനകേന്ദ്രത്തിന്റെ പ്രവർത്തകരായി എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ പഠനകേന്ദ്രത്തിലെ അഭിമുഖത്തിൽ വീണ്ടും ഗുരുവിനെ പഠിക്കുക, ഒരുമിച്ച് ചേർന്നിരുന്ന് പഠിക്കേണ്ട ക്ലാസ്സുകളിൽ വന്നിരുന്ന് പഠിക്കാനുള്ള സമയങ്ങളെ നമുക്ക് ചിട്ടപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരത്തില് നമ്മൾ കൊറോണയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ ഗൂഗിൾ മീറ്റ് സമ്പ്രദായം വീണ്ടും തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ ഗുരുവിനെ അറിയുവാനും ആചരിക്കുവാനും പഠിക്കുവാനും ഒക്കെ തയ്യാറായി അതിന് വേണ്ട പരിപാടി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന നിങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇപ്പോഴും മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 100 പേര് നമ്മുടെ ഈ പരിപാടിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും മഹാഗുരുവിന്റെ അനുഗ്രഹം നിറയെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ പുതിയ സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ സാർ. നമുക്കിനി നമ്മുടെ മീറ്റിങ്ങിന്റെ ഔദ്യോഗികമായ വൈൻഡപ്പാണ്. മീറ്റിങ്ങിന്റെ ഔദ്യോഗികമായ വൈൻഡപ്പിന് ശേഷം ഗുരുദേവ കൃതികളുടെ ആമുഖ ഭാഷണം എന്ന വിഷയം സംബന്ധിച്ച് ശ്രീമതി സന്ധ്യ വിജയകുമാർ പഠനകേന്ദ്രത്തിന്റെ സീനിയർ പഠിതാവാണ്, പ്രധാന അഡ്മിൻ ചുമതലയുള്ള അംഗമാണ്. ശ്രീമതി സന്ധ്യ വിജയകുമാറിന്റെ ക്ലാസ് ഉണ്ടാവും. ക്ലാസിന്റെ സമയത്ത് പൂർണ്ണമായ നിശബ്ദത, അതായത് നമ്മുടെ എല്ലാവരുടെയും മൈക്ക്, മറ്റ് സറൗണ്ടിങ്സിലുള്ള മറ്റ് സൗണ്ടുകൾ വരുന്ന കാര്യങ്ങൾ എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണം. നമ്മുടെ വീഡിയോ ക്ലാസ് എടുക്കുന്ന സന്ധ്യ ടീച്ചർ മാത്രം വീഡിയോയിൽ ഓൺ ചെയ്താൽ മതിയാവും. അതിനുശേഷം അടുത്ത ക്ലാസ്സിനെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രീമതി സ്മിത പ്രശാന്ത്, കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീമതി സ്മിത പ്രശാന്ത്. അതിനുശേഷം സമർപ്പണത്തോടു കൂടി ക്ലാസ്സുകൾ അവസാനിക്കും. അങ്ങനെയാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ ഔദ്യോഗിക മീറ്റിങ്ങിന്റെ ഒഫീഷ്യൽ കൃതജ്ഞത അറിയിക്കുന്നതിനായിട്ട് പഠനകേന്ദ്രത്തിന്റെ അഡ്മിനായിട്ടുള്ള രഞ്ജിത്ത് അവരെ സൗകര്യം ക്ഷണിക്കുകയാണ്. ശ്രീ രഞ്ജിത്ത് അറിയപ്പെട്ടെ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഗൂഗിൾ മീറ്റ് ഏകദേശം 100 പേരോളം പങ്കെടുക്കുകയുണ്ടായി. ഇതൊരു തുടക്കം തന്നെ ഒരു വൻ വിജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ വിശദമായ വിവരങ്ങളെല്ലാം രാജീവ് സാറും പ്രസാദ് സാറും രാജീവും എല്ലാം വിശദീകരിച്ച് തന്നിരിക്കുകയാണ്. ഈ യോഗത്തിൽ കൃതജ്ഞത ആണ് രേഖപ്പെടുത്താനുള്ളത്. ഈ യോഗത്തിൽ കൃതജ്ഞത നമ്മുടെ രാജീവ് സാറിനെ SNDP യോഗം കോട്ടയം യൂണിയൻ്റെ ആദരണീയനായ യൂണിയൻ സെക്രട്ടറിക്ക് യോഗത്തിലേക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ പഠനകേന്ദ്രം ഡയറക്ടർ എബി പ്രസാദ് കുമാർ സാറിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രാജീവ്, ഗ്രൂപ്പ് അഡ്മിനായ രാജീവിനും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇനി പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്തേ. നമസ്തേ. നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്കിതിന്റെ സാങ്കേതിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്
സുധീഷ് വൈക്കം എന്ന നമ്മുടെ പഠിതാവാണ്. അദ്ദേഹം KSFE ബ്രാഞ്ച് മാനേജരാണ്. വളരെ തിരക്കിനിടയിലാണ് അദ്ദേഹം ഈ ഗൂഗിൾ മീറ്റിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ, അതായത് നമ്മുടെ ഈ ക്ലാസ് റെക്കോർഡറാണ്. നമുക്ക് ഈ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ക്ലാസ് പിന്നീട് നമുക്ക് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ലാസിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് നമ്മുടെ പഠിതാവായിട്ടുള്ള സ്മിത പ്രശാന്താണ്. അടുത്ത ക്ലാസ്സിനെ കുറിച്ചുള്ള അറിയിപ്പും, അടുത്ത ക്ലാസ് ആരാണ്, എന്താണ് വിഷയം, പിന്നെ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരെ കുറിച്ച് സംഘടിപ്പിക്കുന്നതും എല്ലാം സ്മിത പ്രശാന്താണ്. പിന്നെ ഒരാള് നമുക്ക് ഇതിന്റെ സഹായമായിട്ടുള്ളത് പ്രദീപ് ലാൽ സാർ പാത്താമുട്ടമാണ്. അദ്ദേഹവും ഇതിന്റെ സാങ്കേതിക ക്രമീകരണങ്ങളിലെല്ലാം സഹായമായിട്ട് നിൽക്കുന്നു. സീനിയർ പഠിതാവായിട്ടുള്ള ബിന്ദു കല്ലറയാണ് ഇതിന്റെ ഗുരുവാര പാഠശാലയുടെ പ്രിൻസിപ്പൽ ചുമതല നിർവഹിക്കുന്നത്. മറ്റെല്ലാ അഡ്മിന്മാരും ദിനു സന്തോഷും ഉൾപ്പെടെയുള്ള മറ്റെല്ലാ അഡ്മിന്മാരും ഇതിനകത്ത്, അനീഷ് പെരുമ്പായിക്കാട് ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റ് സഹായങ്ങളുമായിട്ട് എപ്പോഴും ഉണ്ടാവും. ഇനി നമ്മൾ എല്ലാവരും അടുത്ത ക്ലാസ്സിന് കാണുന്നത് അടുത്ത വ്യാഴാഴ്ച 7:30 ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രീമതി സന്ധ്യ ടീച്ചറിനെ സവിനയം ക്ഷണിക്കുകയാണ്. ഗുരുദേവ കൃതികൾക്ക് ആമുഖ ഭാഷണം എന്ന വിഷയം സംബന്ധിച്ച് ശ്രീമതി സന്ധ്യ ടീച്ചർ നിങ്ങളെ ഇപ്പോൾ അഭിസംബോധന ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കുക. നമസ്തേ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏറെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ യൂണിയൻ സെക്രട്ടറി ശ്രീ രാജീവ് സാറ്, പഠനകേന്ദ്രം ഡയറക്ടർ ശ്രീ AB പ്രസാദ് കുമാർ സാറ്, എൻ്റെ സഹ അഡ്മിന്മാര്, ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും വിനീതമായ നമസ്തേ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിങ്ങനൊരു ക്ലാസ് തുടങ്ങാൻ സാധിച്ചത് എല്ലാവരും സൂചിപ്പിച്ച പോലെ മഹാഗുരുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാഗുരുവിന്റെ കൃതികളിലൂടെ ഒന്ന് സഞ്ചരിക്കുക എന്നാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഗുരുവിന്റെ കൃതികൾ മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. കാരണം ലോകത്ത് ഒരു ആചാര്യനും ഒരു അവതാര പുരുഷനും അവിടത്തേക്ക് ലോകത്തോട് എന്താണോ പറയാനുള്ളത് അത് നേരിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. അവരുടെ ശിഷ്യന്മാരും അവരോട് ചേർന്ന് നിന്നവരൊക്കെ എഴുതിയത്, അവരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ് അവരെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഗുരു ആരാണെന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വണ്ണം മഹാഗുരു അവിടുത്തെ കൃതികളിലൂടെ സ്വരൂപം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇതാണ് ശ്രീനാരായണ ഗുരുദേവനെ മറ്റ് അവതാരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത്. ഗുരു എല്ലാത്തിൽ നിന്നും വ്യതിരക്തനാണ്. ഒന്നിനെയും അന്ധമായി അനുകരിച്ച് അതാണ് സത്യമെന്ന് പറഞ്ഞ് നമ്മളെ മുന്നോട്ട് നയിച്ചില്ല. മന്ത്രദ്രഷ്ടാവായ മഹാഗുരു അവിടുത്തെ അവിടുന്ന് നമുക്ക് യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള ഗുരുവിന്റെ കൃതികളുടെ കുറിച്ച് സഞ്ചരിക്കാം. നമുക്ക് മഹാഗുരുവിന്റെ കൃതികള് നമ്മുടെ പഠന സൗകര്യാർത്ഥം നമ്മൾ 5ആയിട്ട് തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. സാധാരണക്കാർക്കായ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗുരു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, എല്ലാ കൃതികളും അവിടുന്ന് തൃക്കരങ്ങൾ കൊണ്ട് രചിക്കുകയല്ല ചെയ്തത്, അവിടുന്ന് പറഞ്ഞു കൊടുത്ത് ശിഷ്യന്മാർ എഴുതിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള അവിടുത്തെ കൃതികൾ നമ്മുടെ പഠന സൗകര്യാർത്ഥമാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അത് 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ സ്തോത്രകൃതികളെ കുറിച്ച് പറയാം. രണ്ടാമത് ദാർശനിക കൃതികൾ പറയാം. മൂന്നാമതായിട്ട് പ്രബോധനാത്മക കൃതികൾ അഥവാ ഉദ്ബോധനാത്മക കൃതികൾ എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നുണ്ട്. അതിനുശേഷം ഗുരു തർജിമകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം ഗദ്യകൃതികൾ. ഇങ്ങനെ 5ആയിട്ട് നമ്മൾ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. മഹാഗുരുവിന്റെ ദർശനം എന്ന് പറയുന്ന അദ്വൈതമാകുന്നു. ഇവിടെ അദ്വൈതിയായ ഗുരു നമുക്ക് പല പല ദേവന്മാരെ കുറിച്ചുള്ള സ്തോത്രകൃതികൾ തന്നിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരും, ഗുരു എന്തുകൊണ്ടാണ് ഇങ്ങനെ പല പല ദേവന്മാരെ കുറിച്ചുള്ള കീർത്തനങ്ങൾ തന്നിരിക്കുന്നത് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരേ സത്യത്തിലേക്ക് സാധാരണക്കാരനെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ് പല മൂർത്തി രൂപങ്ങളിലൂടെ ഗുരു ചെയ്യുന്നത്. നമ്മൾ പറയത്തില്ലേ സ്വർണ്ണക്കടത്തെന്ന്, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് ക്ലാസ് എടുക്കുമ്പോൾ. നമ്മൾ സ്വർണം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഓരോരോ പേരിൽ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തിരിച്ചത് ഒരു ആവശ്യത്തിന് കൊണ്ട് കൊടുക്കുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ ഓരോ പേരിട്ട് വളയ്ക്ക് ഇത്ര പൈസ, മോതിരത്തിന് ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് തരാറില്ല. ഇതെല്ലാം കൂടെ തൂക്കി സ്വർണ്ണമായിട്ടാണ് തരുന്നത്. അതുപോലെ തന്നെയാണ് സാധാരണ സാധകന് പല രൂപത്തിലും പല ഭാവത്തിലും ആ ബ്രഹ്മസത്യം, ആ ബ്രഹ്മം എന്താണ് എന്ന് ഗുരു വെളിപ്പെടുത്തി തരികയാണ് ഗുരുവിന്റെ ഓരോ സ്തോത്രകൃതികളിലൂടെയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്നത് ശിവകുടുംബങ്ങളെയാണ് ഗുരു കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നിരിക്കുന്നത്. ആ കുടുംബത്തിലാകുമ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാ ആൾക്കാരും, ദേവിക്ക് ദേവിയുണ്ട്, ദേവന്മാർക്ക് ദേവന്മാരുണ്ട്, എല്ലാവരും ഉള്ളത് കൊണ്ടാവാം മഹാഗുരു ശിവകുടുംബത്തെ കൂടുതലായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്നാൽ അതിൽ വിനായകനെ കുറിച്ചാണ് ഒറ്റ മന്ത്രം മാത്രമേ തന്നിട്ടുള്ളൂ, വിനായക അഷ്ടകം എന്ന പേരിൽ. അത് തുടങ്ങുന്നത് തന്നെ വിനായകനോട് പറയുന്നത്, നീ എല്ലാ ദേവന്മാർക്കും എല്ലാ വേദത്തിനുമൊക്കെ പൊരുളായി നിൽക്കുന്ന പരമമായ സത്യമാണെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ സ്തോത്രകൃതികളിലെല്ലാം തന്നെ ദേവീ ദേവന്മാരെ സ്തുതിക്കുമ്പോൾ അതിലെല്ലാം ശിവന്റെ സ്വരൂപം നമുക്ക് ദർശിക്കാൻ സാധിക്കും. അവരുടെ എല്ലാ ശിരസിൽ കൊണ്ടേ പാമ്പിനെയും ആ ഇന്ദുവിനെയും ഒക്കെ വെക്കാറുണ്ട്. ഇന്ദു എന്ന് പറയുമ്പം അടുത്ത വീട്ടിലെ ചേച്ചി ഇന്ദു അല്ല, സാക്ഷാൽ ചന്ദ്രനെ, ചന്ദ്രക്കലയെ ധരിച്ചിരിക്കുന്ന ശിവന്റെ കുടുംബക്കാർക്കെല്ലാം ഭഗവാൻ അത് ചാർത്തി കൊടുക്കുന്നുണ്ട്. മറ്റ് സ്തോത്രകൃതികൾ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ സ്തോത്രകൃതികളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഭക്തിയിലൂടെ ഒരു സാധകനെ ഉയർത്തിയതിന് ശേഷം ഒരു പിന്നീട് നമുക്ക് തരുന്നത് ദാർശനിക കൃതികൾ തരുന്നുണ്ട്. ദാർശനിക കൃതികളിലാണ് ഗുരു അവിടുത്തെ ദർശനങ്ങൾ കൂടുതൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദാർശനിക കൃതികൾ ഏറ്റവും പ്രധാനമായി നമ്മൾ എപ്പോഴും എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ് ആത്മോപദേശതകം എന്ന് പറയുന്ന കൃതി. അതിൽ 100ഓളം മന്ത്രങ്ങളാണ് തരുന്നത്. സുകുമാർ അഴീക്കോട് പറഞ്ഞിരിക്കുന്നത്, ഭാരതത്തിന് കേരളം കൊടുത്ത ഭഗവത്ഗീതയാണ് ആത്മോപദേശതകം എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയ്ക്കകത്ത് ആരാണോ ഉപദേശകൻ, ആരാണോ കേൾക്കുന്നയാള്, അങ്ങനെ 2 പേരുണ്ട്. എന്നാൽ ആത്മോപദേശതകത്തിനകത്ത് ഉപദേശകൻ ഇല്ല, ആത്മാവ് ആത്മാവിനോട് ഉപദേശിക്കുകയാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്രകാരം മഹാഗുരുവിന്റെ ആത്മോപദേശതകത്തിൽ എന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത്, ആ ദാർശനിക തത്വം തന്നെയാണ് ഗുരു എല്ലാ കൃതികളിലും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഗുരുവിന് മറ്റു ഒരു കാര്യവും പറഞ്ഞ, എല്ലാം ഇവിടെ ഒന്നു മാത്രമേ ഉള്ളൂ, പരമമായിരിക്കുന്ന സത്യമെന്ന്. അദ്വൈതം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആദിശങ്കരാചാര്യരെയാണ്. ആചാര്യസ്വാമികളുടെ അദ്വൈതം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് വൈജ്ഞാനിക തലത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ അല്ലായിരുന്നു. മഹാഗുരുവിന്റെ അദ്വൈതം എന്ന് പറയുന്നത് അത് പ്രായോഗിക അദ്വൈതമായിരുന്നു. അവിടുത്തെ വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും എല്ലാം നമുക്കത് കാണാൻ സാധിച്ചിരുന്നു. അവിടെയാണ് ഗുരു ആചാര്യസ്വാമികളിൽ നിന്ന് വ്യതിരക്തനാകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരം അരുളുന്നുണ്ട്, അവിടുന്ന് അദ്വൈതത്തിൽ ശങ്കരനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ അതിനുശേഷം പറഞ്ഞ വാക്കാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് എന്ന് പറയുന്നത്. അതിൽ ഗുരു പറഞ്ഞു തരുന്നത് നാം തത്വത്തിലാണെന്നാണ് പറഞ്ഞത്. താത്വികമായി നാം ശങ്കരനെ പിന്തുടരുന്നു, അതല്ലാതെ അന്ധമായി നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് ഗുരു ഒരിക്കലും ഒഴിഞ്ഞിട്ടില്ല. അത് ശ്രീനാരായണ ഗുരുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കണം. ഗുരുവിനെ മറ്റൊന്നിനോടും മറ്റൊരാളോടും നമുക്ക് ചേർത്ത് വെക്കാൻ സാധ്യമല്ല. കാരണം ഗുരുവിന്റെ അദ്വൈതം എന്ന് പറയുന്ന ഗുരുവിന്റെ മാത്രം അദ്വൈതമാണ്. അത് മറ്റൊരാളെ അനുസന്ധാനം ചെയ്തുകൊണ്ടല്ല ഗുരു പറഞ്ഞ് നമുക്ക് തരുന്നത്. ഗുരു എല്ലാം നമുക്ക് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാർശനിക കൃതിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കൃതിയാണ് അറിവെന്ന് പറയുന്ന കൃതി. നടരാജഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അറിവിന് തുല്യമായി ലോകത്ത് മറ്റൊരു കൃതി ഇല്ല എന്നാ പറയുന്നത്. അപ്പോൾ മഹാഗുരു ഈശ്വരന്, ബ്രഹ്മത്തിന്, ദൈവത്തിനൊക്കെ കൊടുത്ത പേരാണ് അറിവ്. ആത്മോപദേശത്തിൽ നമുക്ക് ഉടനീളം കാണാം. ബ്രഹ്മം എന്ന പദം അതിനകത്ത് പ്രയോഗിച്ചിട്ടേ ഇല്ല.
അറിവെന്ന കൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്ന 15 മന്ത്രങ്ങളിലൂടെയാണ് അറിവിനെ കുറിച്ച് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ 15 മന്ത്രങ്ങളിലൂടെ 60 വരികളുണ്ട്. ഈ 60 വരികളും ആരംഭിക്കുന്ന അറിവെന്ന് പറഞ്ഞ പദത്തിൽ കൊണ്ടാണ്. ഇതൊരു സാധാരണ മനുഷ്യന് സാധ്യമാണോ എന്ന് അറിവെന്ന കൃതി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു അസാധാരണമായ രചനയാണ് അറിവെന്ന് പറഞ്ഞ കൃതി. ശുദ്ധമായ മലയാള ഭാഷയിലാണ് അത് രചിച്ചിരിക്കുന്നത്. എന്നാൽ അത് ചൊല്ലാൻ നല്ല പ്രയാസമാണ്. നമ്മൾ ഓർക്കും മലയാളമല്ലേ എന്ന് ഓർക്കും. പക്ഷെ അറിവെടുത്ത് ചൊല്ലാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അറിവ് വലിയ പാടാണ് ഇത് ചൊല്ലാൻ. അതിന്റെ ആദ്യത്തെ ഒന്ന് നമുക്ക് ചൊല്ലി കേൾപ്പിക്കാം. അറിയപ്പെടുമിതു വേറല്ലറിവായിടും തിരഞ്ഞിടും നേരം അറിവിതിലൊന്നായതുകൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. നോക്കിയ ആ 4 വരിയും അറിവെന്ന പദം കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഔന്നത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഗുരുവിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അദ്വൈത ദീപിക എന്ന് പറയുന്ന കൃതി. അത് ഈ പ്രപഞ്ചം എന്താണ് എന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കൃതിയാണ് അദ്വൈത ദീപിക എന്ന് പറയുന്ന കൃതി. അപ്പോൾ ദാർശനിക കൃതിയിലൂടെ ഒരു മൂർത്തി രൂപത്തെ തരാതെ ഒരു സാധകന് അവന്റെ ബുദ്ധിയും യുക്തിയും എല്ലാം ഉപയോഗിച്ച് ആ ആത്മസ്വരൂപത്തിലേക്ക് ഉയരാൻ സാധിക്കും. ദൈവദശകം എന്ന ദാർശനിക കൃതിയിലാണ് തന്നിരിക്കുന്നത്. ആത്മോപദേശത്തിൽ 100 മന്ത്രങ്ങളിലൂടെ എന്താണോ ഗുരു നമുക്ക് തന്നിരിക്കുന്നത്, അവസാനം നീ എന്തായിത്തീരണം, നീ ആ ബ്രഹ്മം തന്നെ ആയിത്തീർന്ന് അതിൽ അമർന്നിടണം എന്ന് 100ാമത്തെ മന്ത്രത്തിൽ പഠിപ്പിക്കുമ്പോൾ കേവലം 10 മന്ത്രങ്ങളിലൂടെ ദൈവോപനിഷത്ത് എന്ന് പറഞ്ഞ് ഇന്ന് 100-ലധികം ഭാഷകളിൽ തർജ്ജിമ ചെയ്ത മഹാഗുരുവിന്റെ ദൈവദശകത്തിന്റെ അവസാനവും ഗുരു എന്താ പറഞ്ഞു തരുന്നത്? ആ ആദിമഹസിൽ ആണ്, അതിൽ സുഖമായി വാണ്, അവിടെ ഇരിക്കണം എന്നാ പറഞ്ഞു തരുന്നത്. അതൊരു പ്രാർത്ഥനാ ഗീതമായിട്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും. ഒരു ദാർശനികന് അവന്റെ ആ ദാർശനിക തലത്തിലും ചിന്തിക്കാൻ, അതുപോലെ പഠിക്കാനും സാധിക്കും. അതാണ് ഗുരുവിന്റെ കൃതികളുടെ ഒരു പ്രത്യേകത. ഒരു സാധാരണക്കാരന് പ്രാർത്ഥനാ രൂപത്തിൽ ഉപയോഗിക്കാം. ഒരു ദാർശനികന് അവന്റെ ദാർശനികതയിൽ അവന് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ ആ വേദാന്ത രഹസ്യം മുഴുവനും ഈ 10 മന്ത്രങ്ങളിലും പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇപ്രധാന സ്തോത്രകൃതികളൊക്കെ തന്നതിന് ശേഷം ഗുരു നമുക്ക് ഉദ്ബോധനാത്മക കൃതി തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്ന ഉദ്ബോധനാത്മക കൃതി തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കണം. കാരണം ഇത് വെറുതെ പ്രാർത്ഥിക്കാനും വെറുതെ ചിന്തിക്കാനും മാത്രമല്ല. അല്ലയോ ഭക്ത, അല്ലയോ സാധക, നീ ഇത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിനക്ക് പ്രയോജനമുള്ളൂ. നമുക്ക് പറയാനൊക്കെ എളുപ്പം എല്ലാ കാര്യങ്ങളും, ശരിയല്ലേ? വലിയ വേദാന്തവും വലിയ വാല്യവും നമുക്ക് സംസാരിക്കാൻ പറ്റും. എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുക എന്നുള്ള വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഗുരുവിന്റെ ഏറ്റവും ഔന്നിത്യം എന്ന് പറഞ്ഞ് എന്താണോ അവിടുന്ന് പറഞ്ഞത്, ആ പറഞ്ഞ കാര്യം പിന്നീട് ഒരിക്കൽ പോലും അവിടുന്ന് മാറ്റി പറഞ്ഞിട്ടുമില്ല. അത് ജീവിതത്തിൽ ഉടനീളം അവിടുന്ന് പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് അനുകമ്പാമൂർത്തി എന്ന് പറയാം. ഈ അനുകമ്പാമൂർത്തി, അനുകമ്പാദശകം എന്ന് പറഞ്ഞ കൃതിയിൽ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രശസ്തമാണ്. കാരണം ഇന്ന് നമുക്കറിയാം, എല്ലാവരും മതത്തിന്റെ പേരിലാണ് ആളുകളെ തമ്മിൽ കൂട്ടാനും തമ്മിൽ അടിപ്പിക്കാനും ശ്രമിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധ കോലാഹലങ്ങൾ നടക്കുന്നത് മതത്തിന്റെ പേരിലാണ്. ആ മതത്തിന്റെ നിസാരത ആത്മോപദേശം ദാർശനിക കൃതിയിൽ പറഞ്ഞു നിന്നിട്ട് ഒന്നുകൂടെ വ്യക്തമാക്കി ആ അവതാര പുരുഷന്മാരെയല്ല ആ ഒരൊറ്റ കൃതിയിൽ കോർത്തിണക്കിക്കൊണ്ട് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവന്റെ അനുകമ്പയാണെന്ന് ഗുരു നമുക്ക് വളരെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവിന്റെ എല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കുമ്പോൾ പഠിക്കാം. ഒരു ആമുഖം മാത്രമാണ് ഞാൻ തരുന്നത്. അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു കാണിക്കേണ്ടതാണ് ഗുരുവിന്റെ തത്വദർശനം എന്താണെന്ന് ഗുരു വെളിപ്പെടുത്തി തരുന്ന ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് ഇന്ന് എല്ലാവരും എടുത്തു കാണിക്കുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഈ വരി ഗുരു നമുക്ക് എവിടെയാണ് തന്നിരിക്കുന്നത്? അത് തന്നിരിക്കുന്നത് ഭഗവാൻ അവിടുത്തെ ഈ ഉദ്ബോധനാത്മക കൃതിയായ ജാതി നിർണയം എന്ന കൃതിയിലാണ്. അത് നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഗുരുവിന്റെ വെറുമൊരു സന്ദേശമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ സന്ദേശം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന വളരെ കാർക്കശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഗുരു ജാതി നിർണയം എന്ന് പറയുന്ന ഗുരുവിന്റെ ആ കൃതിയിലെ 1ാമത്തെ വരി തുടങ്ങുന്നതാണ്. ആദ്യത്തെ 4 വരിക്കൊരു പ്രത്യേകതയുണ്ട്. അത് സംസ്കൃത ഭാഷയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം അന്നും ഇന്നും എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്?
സംസ്കൃതത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് കൂടുതൽ ആധികാരികത ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആ വിചാരം തെറ്റണ്ടെന്ന് വിചാരിച്ചായിരിക്കണം മഹാഗുരു അതിൻ്റെ ആദ്യത്തെ 4 വരികൾ സംസ്കൃത ഭാഷയിലാണ് തന്നിരിക്കുന്നത്. ആ കൃതിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. അതിൽ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന ഗുരു ഉദാഹരണ സഹിതമാണ് പറഞ്ഞു തരുന്നത്. കാരണം യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിലാണ് മഹാഗുരു നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്താണോ അവിടത്തേക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് മനുഷ്യന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് ഗുരു പറഞ്ഞത് എന്നറിയണമെങ്കിൽ ഈ 4 വരി മനസ്സിലാക്കിയാൽ മതി. മനുഷ്യാന മനുഷ്യത്വം ജാതിർഗോപ്തം ഗവാം യഥ ന ബ്രാഹ്മണാദി രസ്യവും ഹാ തത്വം വ്യക്തിക്കോ അഭിന എന്ന് പറഞ്ഞു. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? പശുവിന് എപ്രകാരമാണോ പശുത്വം ജാതിയായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജാതി മനുഷ്യത്വം എന്ന് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അതിന്റെ അടുത്ത വരിയും കൂടെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കണം. ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവുമില്ലതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ജാതി ഒരു മതം എന്ന് പറയുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കി നമുക്ക് തരികയെന്ന്. ഒരു യോനി, ഒരു ആകാരം. കാരണം മനുഷ്യൻ എപ്പോഴും എവിടുന്നാ ഉണ്ടാകുന്നത്? ഒരു അമ്മയുടെ, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്നാണ് ഒരു മനുഷ്യ ശിശു ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഒരു യോനി, ഒരു ആകാരം, അവനെല്ലാം മനുഷ്യന്റെ ആകാരം മാത്രമേ ഉള്ളൂ എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ പ്രബോധനാത്മക കൃതി ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ സ്തോത്രകൃതികൾ ദേവീദേവന്മാരെയാണ് സ്തുതിക്കുന്നത്. ആ ദേവീദേവന്മാരിലൂടെ നമ്മളെ ബ്രഹ്മത്തിലേക്ക് ഗുരു കൈപിടിച്ചു കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കുക. ആ സ്തോത്രകൃതിയിൽ പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു രചന നമുക്ക് സൂചിപ്പിക്കാതിരിക്കാൻ പോകാൻ പറ്റത്തില്ല. കാരണം ബീജാക്ഷരങ്ങൾ കൊണ്ട് ഗുരു നമുക്കൊരു മന്ത്രം രചിച്ചു തന്നിട്ടുണ്ട്. ബാഹുലേഷ്ടകം എന്ന് പറയുന്ന മന്ത്രം സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഗുരുവിന്റെ ഒരു രചനയാണത്. അത് ബീജാക്ഷരങ്ങൾ കൊണ്ടാണ്. ഓം ഓം എന്ന് തുടങ്ങുന്ന മന്ത്രാക്ഷരം കൊണ്ടാണ് നമ്മളത് ചൊല്ലേണ്ടത്. അതിൽ ഓം ഹ്രീ ശരവണ ഭവ എന്നാണ് അത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചമത്കാരങ്ങളൊക്കെ ഗുരുവിന്റെ കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നവമഞ്ജരിയുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ നമുക്ക് നാരായണ കൃത മഞ്ജരി എന്ന് കിട്ടും. അത് ആർക്കെങ്കിലും കോപ്പി അടിക്കാൻ പറ്റുമോ? ഒരാൾക്കും കോപ്പി അടിക്കാൻ പറ്റത്തില്ല. അതാണ് ഗുരുവിന്റെ ഒരു വൈഭവം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറയുമ്പോൾ നമുക്ക് സ്വാനുഭവ ഗീതയെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യണം. ആ സ്വാനുഭവ ഗീതയിൽ 40 മന്ത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ആ മന്ത്രങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഗുരുവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഇത് രചിച്ച ആള് ഇല്ല എന്ന്. കാരണം ചാതുർവർണ്ണൻ ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്, എല്ലാം ജന്മസിദ്ധമാണ്, എല്ലാം എപ്പോഴും നിലനിൽക്കുന്നതാണ് എന്ന് പറയുന്ന ആ വർണ്ണവ്യവസ്ഥിതിയിൽ ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവമോ ഒരു കാര്യമോ എപ്പോഴും നിലനിൽക്കുന്നത്, അത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞ സ്വാനുഭവ ഗീത എഴുതി കൊടുത്ത ആള് ഇപ്പോഴില്ലെന്ന് ഗുരു പറഞ്ഞത്. ഇവിടെ പ്രപഞ്ചത്തിൽ മാറ്റമെന്ന പ്രക്രിയ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ജന്മന ഒരാളും ശ്രേഷ്ഠനല്ല, അവന്റെ കർമ്മം കൊണ്ടാണ് അവൻ ശ്രേഷ്ഠനാകേണ്ടതെന്ന് ഗുരു നമ്മളെ പറഞ്ഞു തരികയല്ല, ഗുരു അവിടുത്തെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു ചെയ്തത്. കാരണം ഗുരുവിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ കാലഘട്ടത്തിൽ ഗുരുവിന് അസാധ്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കർമ്മം കൊണ്ട് ഉയരാനാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത്. മഹാഗുരുവിനെ കുറിച്ച് സർ റോമൻ റോളണ്ട് പറഞ്ഞത് കർമ്മനിരതനായ ജ്ഞാനി എന്നാണ്. ഇത്രമാത്രം കർമ്മം ചെയ്ത് ലോകത്തെ വിരാജിച്ച ഒരു അവതാര പുരുഷനെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരാൾക്ക് പോലും ഭഗവാനെ കുറിച്ച് ഒരു എതിർപ്പ് പോലും പറയാൻ സാധിച്ചില്ല. ഇനി നമുക്ക് ഗുരുവിന്റെ ദർശനമാല ഒന്ന് ചിന്തിക്കാം. ഗുരുവിന്റെ ദർശനം അദ്വൈതമാണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഗുരു ദർശനമാല എന്ന് പറയുന്ന രീതിയിൽ 10 ദർശനങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് സാധാരണ ഒരു സംശയം വരും, ഇതെന്തുകൊണ്ടാണ് ഒറ്റ ദർശനം എന്ന് പറഞ്ഞിട്ട് 10 ദർശനങ്ങൾ തന്നെന്ന്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഒന്നിനെ തന്നെ യാതൊരു അപാകതയും ഒരാൾക്കും തോന്നാത്ത രീതിയിൽ വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്ന് ഒന്നിനെ തന്നെ ഗുരു നമുക്ക് വിവരിച്ചു തരുന്നതാണ് ദർശനമാല എന്ന് പറയുന്നത്. അതിൽ 10 ദർശനങ്ങൾ എന്താണ്? ഒന്നാമത്തെ അധ്യാരോപം, രണ്ടാമത്തെ അപവാദ ദർശനം, മൂന്നാമത്തെ അസത്യ ദർശനം, നാലാമത് മായാദർശനം, അഞ്ചാമത്തെ ഭാന ദർശനം, ആറാമത് കർമ്മ ദർശനം, ഏഴാമത് ജ്ഞാന ദർശനം, 8 ഭക്തി, 9 യോഗം, 10ാമത് വരെ നിർവ്വാണത്തില്. അവിടെ ശ്രദ്ധിച്ചു നോക്കിയ ഗുരു ജ്ഞാനത്തിന് ശേഷം അവിടുന്ന് ഭക്തി പറഞ്ഞത്. ശരിയായ അറിവ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഭക്തി ഉണ്ടാകത്തുള്ളൂ.
കാരണം ഭക്തിയിലൂടെ നമുക്ക് എന്ത് സാധിക്കും? ഭഗവാനുള്ള അചഞ്ചലമായ ഭക്തിയാണ് എന്നെ നിങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ മഹാഗുരുവിലുള്ള അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും എന്നുള്ള ഉറപ്പ് നമ്മൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഉറപ്പുണ്ടാണെങ്കിൽ ഗുരുവിനെ കുറിച്ച് അറിയേണ്ട രീതിയിൽ നമ്മൾ അറിഞ്ഞെങ്കിലേ നമുക്ക് അങ്ങനെയുള്ള ഭക്തിഭാവം ഉണ്ടാകത്തുള്ളൂ. ജ്ഞാനം കഴിഞ്ഞാണ് ഗുരു ഭക്തിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. മൂലൂരിന്റെ വീട്ടിലെ പട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? മൂലൂരിന്റെ വീട്ടിലെ പട്ടി വളരെ ഭവ്യതയോടെ പെരുമാറിയത് എന്തുകൊണ്ടാണ്? മൂലൂരിന്റെ ഭക്തി കണ്ടിട്ടാണ് ഇവനും നല്ല ശീലങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഒരുവനിൽ സ്വയം ആർജിക്കേണ്ട ഒരു ഗുണമാണ് ഭക്തി എന്ന് പറഞ്ഞത്. ഭക്തി നമ്മളിലെല്ലാം ഉറപ്പിക്കണം. ഭക്തിയില്ലാത്തവന് ഉപ്പില്ലാതെ ഭക്ഷണം കൊടുക്കണമെന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭക്തിക്ക് ഗുരു വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് ദർശനമാല പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുരുവിന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതിനെയാണ് ഗുരു ഭക്തി എന്ന് പറഞ്ഞത്. നമ്മളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ നമ്മൾ സ്വയം എല്ലായ്പ്പോഴും ഊണിലും ഉറക്കത്തിലും ഇടപെടാതെ ചിന്തിക്കുമ്പോഴാണ് നമ്മളിൽ ഭക്തി ഉണ്ടാകുന്നത്. ആ ഭക്തിഭാവത്തിലേക്ക് നമ്മൾ ഉയരണം. വടക്കുംകൂർ രാജരാജ വർമ്മ എന്ന് പറയുന്ന മഹാൻ പണ്ഡിത ശ്രേഷ്ഠൻ ഭഗവാന്റെ ഈ ദർശനമാല എന്ന് പറയുന്ന ഒറ്റ കൃതിയെക്കുറിച്ച് ഇപ്രകാരമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ലോകത്തിലുള്ള അല്ലെങ്കിൽ ഭാരതീയന്റെ സകല ജ്ഞാനവും കടഞ്ഞെടുക്കുന്ന അമൃത കുംഭമാണ് എന്ത്? ദർശനമാല എന്ന് പറയുന്ന ഗുരുവിന്റെ ഒറ്റ കൃതി എന്ന് പറയുന്നത്. അതുപോലെ വളരെ പ്രധാനമാണ് ഗുരുവിന്റെ ഏറ്റവും ചെറിയ കൃതി എന്ന് നമുക്ക് പറയാം, ധർമ്മം എന്ന് പറയുന്ന കൃതി. അതിൽ 4 വരികളാണ് ഉള്ളത്. അതിൽ ഗുരു ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാരണം മഹാഗുരു സ്ഥാപിച്ച 2 സംഘടനകൾ, തൃക്കരങ്ങൾ കൊണ്ട് സ്ഥാപിച്ച 2 സംഘടനകളും ധർമ്മത്തിൽ ഊന്നിയുള്ളതാണ്. നമ്മുടെ പഠന കേന്ദ്രവും ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ധർമ്മത്തിനാണ് ഗുരു പ്രാധാന്യം ചെയ്യുന്നത്. ധാരയിതി ധർമ്മ എന്ന് പറഞ്ഞേ. അതുപോലെ ധർമ്മമേവ പരംദൈവം ധർമ്മമേവ മഹാധനം ധർമ്മ സർവത്ര വിജയി ഭവത് ശ്രേയസേ നൃണാം എന്നാണ് ഗുരു ആ ധർമ്മത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. അയ്യപ്പനെ കൊണ്ട് ഏഷണി കൊണ്ട് ചെന്നവരോട് എന്താ പറഞ്ഞത്? അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ഈശ്വരൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അയ്യപ്പൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ടെന്ന് പറഞ്ഞപ്പം വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം, യഥോചിതം എന്ന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പ്രവൃത്തിയിലാണ് ഗുരു ഈശ്വരനെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് സാധാരണ എപ്പോഴും നടക്കുന്ന ഒരു ചർച്ചയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുവാണ് ചട്ടമ്പി സ്വാമികളെന്ന്. കേൾക്കത്തില്ലേ? കേൾക്കാം കേൾക്കാം. അതിനൊരു മറുപടിയും ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. സമാധി ശ്ലോകങ്ങൾ എന്ന രീതിയിൽ സ്വാമി തിരുവടികളുടെ സമാധി നടക്കുന്ന സമയത്ത് ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ട്. 3 ശ്ലോകങ്ങളെ രചിച്ചിരുന്നത്. അതിനകത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ്: സർവജ്ഞ ഋഷി രുക്രാന്ത സദ്ഗുരു ശുഗവത്മന എന്ന് പറയുന്നത്. അതിൽ ഗുരു പ്രയോഗിക്കുന്ന പദം സദ്ഗുരു എന്ന പദമാണ്. ഓക്കെ, അപ്പോൾ എത്രയാൻ വേണ്ടത്? ഓക്കെ, അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്തു. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ആ ഗുരുവിനെ സംബന്ധിച്ച എല്ലാ കാര്യത്തിലും ഗുരു നമുക്ക് മറുപടി തരുന്ന ഗുരുദേവ കൃതികളിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഗുരുവിന്റെ വേദാന്ത സൂത്രം നമ്മൾ മനസ്സിലാക്കുക. സൂത്രഭാഷയില് ആധുനിക യുഗത്തില് കവിത തന്നിരിക്കുന്നത് മഹാഗുരു മാത്രമാകുന്നു. അങ്ങനെ എല്ലാരിൽ നിന്നും വ്യതിരക്തനായ മഹാഗുരുവിനെ പൂർണ്ണമായി അറിയണമെങ്കിൽ ഗുരുവിന്റെ കൃതിയിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കണം. ഗുരുവിന്റെ ഗദ്യകൃതികളുണ്ട്. അതുപോലെ തന്നെ ഗുരു നമുക്ക് തന്ന ഈശാവാസി ഉപനിഷത്ത് എന്ന് പറഞ്ഞ ഒരൊറ്റ ഉപനിഷത്ത്. കാരണം ഉപനിഷത്തുകൾക്ക് പ്രസ്ഥാനത്രയെങ്കിലും ഭാഷ്യം ചമയ്ക്കാതെ അവിടുത്തെ തനതായ രീതിയിൽ അവിടത്തേക്ക് എന്താണോ ലോകത്തോട് പറയാനുള്ളത് അത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ് ഗുരുദേവ കൃതികള്. അതുകൊണ്ട് ഈശാവാസ്യം എന്ന് പറഞ്ഞ ഒറ്റ ഉപനിഷത്ത് നമുക്ക് മലയാള ഭാഷയിൽ തന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ബ്രഹ്മവിദ്യ പഞ്ചകം എന്ന കൃതിയില് 4 വേദങ്ങളുടെ 4 മന്ത്രങ്ങളെ ഗുരു അതിന്റെ 5ാമത്തെ മന്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഏറ്റവും സംക്ഷിപ്തമായ രൂപത്തിലാണ് ഗുരു ബ്രഹ്മവിദ്യയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. 555 സൂത്രങ്ങളിലൂടെ ബ്രഹ്മസൂത്രത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ കേവലം 24 സൂത്രങ്ങൾ കൊണ്ട് ബ്രഹ്മവിദ്യ എന്താണെന്ന് മഹാഗുരു പറഞ്ഞു തരികയാണ് നമുക്ക് ചെയ്യുന്നത്. അങ്ങനെ
സാക്ഷാൽ ജ്ഞാനം തന്നെയായ മഹാഗുരുവിൻ്റെ അറിവിൻ്റെ പാലാഴിയിലേക്ക് ഉള്ള പ്രയാണം നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇത് അനുസ്യൂതം തുടങ്ങാൻ മഹാഗുരുവിൻ്റെ കാരുണ്യം നമ്മളെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജീവ് സാറ് സൂചിപ്പിച്ചതുപോലെ ആ പരമാവധി സുഖത്തിൽ മഹാഗുരു വിരാജിക്കുന്നുണ്ട്, എല്ലാം കേട്ടുകൊണ്ട്. ആ ശ്രീപാദങ്ങളിൽ എൻ്റെ ഈ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ടും എന്നെ ഇതിന് നിയോഗിച്ച ഇതിന്റെ ഡയറക്ടർ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അകവുമായ നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമസ്തേ. നന്ദി സന്ധ്യ ടീച്ചർ. ഡബിൾ 447 നമ്പർ നോട്ട് ചെയ്യുക. 94440249. ഒരിക്കൽ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ കോർഡിനേറ്റർ സ്മിത പ്രശാന്തിന്റെ നമ്പറാണ് 9444071049. 9447102499. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ നമ്പറിലേക്ക് അവലോകനമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. നമ്മുടെ പ്രോഗ്രാം ക്രമീകരിക്കുന്നത് ഓട്ടോ കട്ട് വരെയുള്ള സമയമാണ് അതിനകത്തുള്ളത്. ഇപ്പോ അടുത്ത വേഗം തന്നെ കേൾക്കുന്നതിന് വേണ്ടി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. ഇതാ പ്ലീസ്. മഹാഗുരുവിന്റെ കൃതികളെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ വ്യക്തമായ രൂപരേഖ ഉണ്ടാക്കുവാൻ സന്ധ്യ ടീച്ചറിന്റെ വാക്കുകൾക്ക് കഴിഞ്ഞു. ഗുരുവിന്റെ സ്തോത്രകൃതികളെ കുറിച്ച്, ഭഗവാന്റെ അദ്വൈതത്തെ കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഗുരുകൃതികൾക്ക് വ്യക്തമായ ഒരു ആമുഖം പഠിതാക്കൾക്കായി നൽകുവാനായിട്ട് ടീച്ചറിന്റെ വാക്കുകൾക്ക് സാധിച്ചു. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി ടീച്ചറിനെ അറിയിക്കുകയാണ്. നമ്മുടെ അടുത്ത ക്ലാസ്, അതായത് അടുത്ത വ്യാഴാഴ്ച ഫെബ്രുവരി മാസം 8-ാം തീയതി വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ്. സ്വാമിത്രിപാദങ്ങളുടെ മതസമന്വയ സിദ്ധാന്തം ദിവ്യരൂപം കൊണ്ട് നിൽക്കുന്ന ഒരു മനോഹര കൃതി. അതെ, അനുകമ്പത്തെ കുറിച്ചാണ് അടുത്തയാഴ്ച നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുത്തു തരുന്നത് ശ്രീമതി സന്ധ്യ വിജയകുമാർ. ഒരു പ്രത്യേക ആലോചനയുണ്ട്. നമ്മളുടെ ക്ലാസ് കൃത്യം 7:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും 7:30 തന്നെ മീറ്റിംഗിൽ കയറാൻ ശ്രദ്ധിക്കുമല്ലോ. 7:30 ശേഷം കയറുന്നവർ അവരുടെ മൈക്ക് ഓഫ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് തന്നിരുന്ന ലിങ്ക് തന്നെയാണ് അടുത്ത ആഴ്ചകളിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് സേവ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണമസ്തു. ഓം സുധീഷ് സാറേ, എല്ലാവർക്കും ലഭ്യമാണല്ലോ. മീറ്റിംഗ് അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മീറ്റിംഗിന്റെ ലിങ്കുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ലിങ്കുകൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ആവശ്യമുള്ളവർക്ക് തരുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയാമോ?